നമ്മുടെ കുട്ടികൾക്ക് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 5 ലക്ഷണങ്ങളുണ്ട്. ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. ഒന്നാമത്തേത്, നമ്മുടെ കുട്ടികൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് സ്ഥിരമായിട്ട് കൂർക്കം വലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് കോൾഡ് വരുന്ന സമയത്ത് മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ കൂർക്കം വലി അതിനോടൊപ്പം ഉണ്ടാവാം. അതല്ല, സ്ഥിരമായിട്ട് അവർ കൂർക്കം വലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമലാണ് എന്ന് വിചാരിക്കാതെ അതിന് പിന്നിലുള്ള കാരണം നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. രണ്ടാമത്തെ ലക്ഷണം, നമ്മുടെ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് അവർ സ്ഥിരമായിട്ട് വാ തുറന്നു വെച്ചിട്ടാണോ ഉറങ്ങുന്നത്, വായിൽ കൂടെയാണോ അവർ ശ്വസിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാം. ഫ്രീ ആയിട്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഇത്തരത്തിൽ വാ തുറന്നു വെച്ചിട്ട് ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്, നമ്മുടെ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ശ്വാസം ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്. കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ശ്വാസം നിൽക്കുകയും കുറച്ച് സമയത്തിന് ശേഷം പെട്ടെന്ന് തന്നെ വീണ്ടും അവർ ശ്വാസം എടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കരുതാനായിട്ട് പാടില്ല. നാലാമത്തേത്, അസ്വസ്ഥമായിട്ടുള്ള ഉറക്കമാണ്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഉറക്കം കിട്ടുന്നില്ല, അവർ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള സ്ലീപ്പാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. അഞ്ചാമത്തേത്, പകൽ സമയത്തുള്ള ക്ഷീണം അല്ലെങ്കിൽ ശ്രദ്ധക്കുറവാണ്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് രാത്രിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ പകലിൽ അവർ അസ്വസ്ഥരായിട്ട് കാണപ്പെടാം, അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടുന്നത് പോലെയോ ശ്രദ്ധക്കുറവ് പോലെയോ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അഡിനോയിഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താനൊന്നും സാധിക്കുന്നതല്ല. നീണ്ടു നിൽക്കുന്ന റൈനൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണവും ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള കാരണം എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയും അത് ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. ഹോമിയോപ്പതിയിലൂടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ടും സാധിക്കുന്നതാണ്.